എല്ലാ ദിവസവും അതിരാവിലെ ദൈവത്തിൻ്റെ തിരുവചനം ഭാഗ്യവചനധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു. ഭാഗ്യവചനധാര എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഭാഗ്യവചന ധാരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്യാൻസർ എന്ന് കേട്ടാൽ ഞെട്ടിത്തരിക്കുന്നവരാണ് നമ്മിലേറെ പേരും. ഒരിക്കലും വരരുതേ എന്ന് പ്രാർത്ഥിക്കുവാൻ പ്രേരിപ്പിക്കുന്ന അസുഖം. ക്യാൻസർ ചികിത്സ എത്ര പുരോഗമിച്ചു എന്ന് പറയുമ്പോഴും നമുക്കിപ്പോഴും അതൊരു പേടി സ്വപ്നമായ വാക്കാണ്. ക്രിസ് കാർ ഒരു സാധാരണ അമേരിക്കൻ നടിയായിരുന്നു. 2003 അവൾക്ക് സ്റ്റേജ് 4 ക്യാൻസർ പിടിപെട്ടു. അത്യന്തം അപൂർവവും ഭേദമാകുവാൻ അസാധ്യവുമെന്ന് കണക്കാക്കപ്പെടുന്ന രക്തനാളികളിൽ വളരുന്ന ക്യാൻസർ ആയിരുന്നു അവർക്ക്. ക്ഷണമില്ലാതെ കടന്നു വന്ന ആ രോഗം അവരുടെ ജീവിതത്തെ വലിയ പ്രതിസന്ധിയിലാക്കി. പക്ഷേ അവൾ മരണഭയത്തിൽ തളർന്നില്ല. പകരം അതിനെ ജീവിതം തിരിച്ചറിയാനുള്ള ദൈവിക അവസരമായി കണ്ടു. ശരീരത്തിന് രോഗം വന്നപ്പോഴും ക്രിസ് കാർ തൻ്റെ ആത്മാവിനുള്ള വളർച്ച തിരഞ്ഞെടുത്തു. അവളുടെ എഴുത്തുകളിലും സംഭാഷണങ്ങളിലുമൊക്കെ ദൈവത്തിൻ്റെ അതുല്യമായ സാന്നിധ്യത്തെ പറ്റിയുള്ള അവളുടെ അനുഭവം പ്രബലമായി. ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ് എന്ന ബൈബിൾ സത്യം അനുസ്മരിപ്പിക്കുന്നത് പോലെ അവൾ തൻ്റെ ശരീരത്തോടുള്ള സമീപനവും പരിചരണവും മാറ്റിയപ്പോൾ ആത്മീയത കൂടുതൽ ആഴപ്പെട്ടുവെന്ന് അവർ സാക്ഷിക്കുന്നുണ്ട്. രോഗം ഒരു ശാപമല്ല, ദൈവം നൽകിയ ഉണർത്തലാണ് എന്ന നിലപാട് അവളുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കി. ക്യാൻസർ വാസ് മൈ സ്പിരിച്വൽ വേക്കപ്പ് കോൾ. ഇറ്റ് ടോൾഡ് മീ ടു ലിവ് ലൈക്ക് ഐ മീൻ ഇറ്റ്. ജീവിതത്തിലുണ്ടായ ഈ പ്രതിസന്ധികൾ ഡോക്ടർമാർ അവളോട് പറഞ്ഞു, ഇതിന് ചികിത്സയില്ല. അവൾ ചികിത്സയ്ക്ക് പകരം ജീവിതശൈലി മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് നീങ്ങി. ക്രേസി സെക്സി ക്യാൻസർ എന്ന ഡോക്യുമെൻ്ററി അവർ റിലീസ് ചെയ്തു. ആധുനിക വൈദ്യശാസ്ത്രത്തിനും ആത്മീയ ചിന്തകൾക്കും ഇടയിലുള്ള വഴി അവർ അതിൽ നിർദ്ദേശിച്ചു. അവളുടെ വെബ്സൈറ്റ്, പ്രസംഗങ്ങൾ, വെൽനസ് പ്ലാറ്റ്ഫോമുകൾ വഴി ആയിരക്കണക്കിന് ആളുകൾക്ക് അവൾ പുതിയ ജീവൻ പകർന്നു നൽകി. ക്രിസ് കാറിൻ്റെ ജീവിതത്തിലൂടെ ചില ദൈവിക പാഠങ്ങൾ അവർ വെളിപ്പെടുത്തി. അവർ പറഞ്ഞു, ദുരിതങ്ങൾ ദൈവം നമ്മോട് സംസാരിക്കുന്ന വഴിയായിരിക്കാം. ദൈവം ആരോടും നേരിട്ട് സംസാരിക്കില്ലല്ലോ. ചിലപ്പോൾ ഇങ്ങനെയായിരിക്കാം ദൈവം ചിലരോടൊക്കെ സംസാരിക്കുക. ശരീരവും ആത്മാവും തമ്മിലുള്ള ബന്ധം പ്രബലമാണ്. അതിന് പരിചരണം ആത്മീയ ആഴത്തിൽ കൂടി മാത്രമേ ലഭിക്കുകയുള്ളൂ. ആത്മവിശ്വാസം, പ്രാർത്ഥന, സ്വയം സ്നേഹം എന്നിവ ആത്മീയതയുടെ ഭാഗമാണ്. ആരോഗ്യം എന്നത് ഒരു ദൈവിക ആഹ്വാനമാണെന്നും അത് ജീവിതത്തെ സംരക്ഷിക്കുന്നതിനുള്ള ഉപകരണമാണെന്നും അവർ പഠിപ്പിച്ചു. നിങ്ങളുടെ ദേഹം നിങ്ങൾക്കുള്ളതല്ല, ഇത് ദൈവത്തിൻ്റെ മന്ദിരമാണെന്ന് 1 കൊരിന്ത്യർ 6-19 പൗലോസ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-33 ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ദൈവത്തിലുള്ള ശരണം പ്രാപിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ.